ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഹൗ ടു ഗെറ്റ് റിച്ച് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം സാലറി മേടിക്കുന്ന ആൾക്കാരാണ്. ഭൂരിഭാഗം ആൾക്കാർ സാലറി മേടിക്കുന്നുണ്ട്. കുറേ കൊല്ലങ്ങളായിട്ട് നമ്മൾ പണിയെടുക്കാൻ പോകുന്നുണ്ട്. ദെൻ എന്തുകൊണ്ടാണ് നമ്മൾ റിച്ച് ആവാത്തത്? ഈ ഒരു ചോദ്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം സാലറി എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം, അതേപോലെ എങ്ങനെ അമിത ചെലവുകൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് ഒഴിവാക്കി നിർത്താം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 90% ആൾക്കാരും സാലറി വാങ്ങുന്ന 90% ആൾക്കാരും അവർക്കത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് ആ സാലറി എത്ര എമൗണ്ടും ആയിക്കോട്ടെ, ആ എമൗണ്ടിൽ അവർക്ക് പ്രോപ്പറായിട്ട് ബൈ ദ എൻഡ് ഓഫ് ദ മന്ത് അവർക്ക് പ്രോപ്പറായിട്ട് നിലനിൽക്കാൻ പറ്റുന്നില്ല. അല്ല ഈ പറഞ്ഞ പോലെ കടം മേടിക്കേണ്ടതായിട്ടും അങ്ങനെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഇഷ്യൂസ് കാര്യങ്ങൾ എങ്ങനെയാണ് അവർക്ക് ഉണ്ടാവുക? അല്ലെങ്കിൽ ഇത് ഇപ്പം നമുക്കൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 25,000 രൂപ സാലറി ഉള്ള ഒരാൾ, അയാൾക്ക് റെൻറ്റ്, അതേപോലെ തന്നെ അയാളുടെ ബേസിക് നീഡ്സ് വാട്ടെവർ എന്തോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്, ബാക്കി കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്തിട്ടും ബൈ ദ എൻഡ് അയാൾക്ക് പിന്നെയും പൈസ ഉണ്ടാവുന്നില്ല. ഈ 25,000 രൂപ അയാൾക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ആ ഒരു എന്താ പറയുക മന്ത് എൻഡ് ആകുമ്പോഴത്തേനും ബുദ്ധിമുട്ട് വരുന്നത്. ഇനി എത്ര സാലറി ഉള്ള ആളായിക്കോട്ടെ, നമ്മുടെ സാലറി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ നീഡ്സ് കൂടത്തേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും കുറയത്തില്ല. ഇപ്പം ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് 10,000 അല്ലെങ്കിൽ 15,000 ഒക്കെ ആയിരിക്കും സാലറി ഉണ്ടാവുക. ആ സാലറിയിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. ദെൻ ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു 50-60 ഒക്കെ ആയിരിക്കാം. സോ ഈ സാലറിയിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. ഈ സാലറി കിട്ടുമ്പോൾ പോലും നമ്മൾ എന്താ പറയുക, നമുക്ക് തികയുന്നില്ല, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഒരു കാലത്ത് നമ്മൾ ആ പൈസയ്ക്ക് നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേറൊരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു മെയ്ഡോ അല്ലെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്ന ഒരു 5,000 രൂപയോ 6,000 രൂപ അല്ലെ 10,000 രൂപയായെന്നിരിക്കട്ടെ. ആ 10,000 രൂപയ്ക്ക് അവർ ഫുൾ ഫാമിലിനെ നോക്കുന്നുണ്ട്. എങ്ങനെയാണിത്? അല്ല ഈ ഒരു ചിലവുകൾ എങ്ങനെയാണ് ഇവർ മാനേജ് ചെയ്യുന്നുണ്ടാവുക? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സാലറി കൂടുന്നതിനനുസരിച്ച് നമുക്ക് എക്സ്പെൻസുകൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇനി എക്സ്പെൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? എനിക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും മനസ്സിൽ വരുന്നത്. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള ആ ഒരു പാർട്ടിലേക്ക് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ അതിന് ബെസ്റ്റ് ഏജ് അങ്ങനൊരു ക്രൈറ്റീരിയ ഇല്ല. ഓക്കെ, വൺസ് നിങ്ങൾ അതിൻ്റെ ഒരു സൈഡ് അല്ലെ അതിനെക്കുറിച്ചൊന്നും പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു കാര്യത്തെ നിങ്ങൾ ബേസിക്കായിട്ട് ഇന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ആ ഒരു പോയിന്റ് തൊട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം സാലറി കൂടിയാൽ ഉറപ്പായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു പാർട്ട് കമ്പൽസറി ആയിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് എമർജൻസി ഫണ്ട്, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എമർജൻസി ഫണ്ട് അതുപോലെ അങ്ങനെ കുറച്ച് എമൗണ്ട് നമ്മൾ സേവിങ്സ് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കണം. അത് ഒരിക്കലും സാലറി കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടുള്ള മിച്ചം എമൗണ്ട് ആയിരിക്കരുത് മാറ്റി വെക്കുന്നത്. നമുക്ക് ഒരു എമൗണ്ട് സാലറി ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സേവിങ്സ്, അതേപോലെ എമർജൻസി ഫണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, SIP ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നല്ല സേവിങ് അല്ലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യൽ അഡ്വൈസ് തേടി നല്ല ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ എമർജൻസി ഫണ്ട് എന്നുള്ള രീതിക്ക് നമ്മളൊരു എമൗണ്ട് മാറ്റി വെക്കുക, അതേപോലെ സേവിങ്സ് എന്നുള്ള രീതിക്ക് ഒരു എമൗണ്ട് മാറ്റി വെക്കുക. ദെൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ, ഇതൊക്കെ ഒന്ന് ബഡ്ജറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഫാമിലി ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചിരുന്നിട്ട് ഈ ബഡ്ജറ്റിംഗ് 1 മന്തിലേക്കുള്ള അല്ല 1 ഇയറിലേക്കുള്ള ബഡ്ജറ്റിംഗ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ 1 മന്ത് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് എത്ര രൂപ സാലറി കിട്ടുന്നുണ്ട് എന്നുള്ളത് വെച്ചിട്ട് മൈന്യൂട്ട് എക്സ്പെൻസ് പോലും എഴുതി വെക്കുക. ഇനി കുട്ടികളുള്ളിടത്താണെങ്കിൽ കുട്ടികളെ കൂടെ അത്യാവശ്യം വിവരമൊക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അല്ലെ ആ ഒരു ഏജ് എത്തിയ കുട്ടികളെ ഒക്കെ ആണെങ്കിൽ അവരെയും ഇരുത്തി ഈ കാര്യങ്ങൾ കണ്ട് അവരും മനസ്സിലാക്കട്ടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് പേഴ്സണലി ചെയ്യാനാണെങ്കിൽ പേഴ്സണലി നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മീൻസ് നിങ്ങളുടെ എല്ലാ എക്സ്പെൻസുകളും ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക.
ഒരു 1 മന്തിലേക്ക് നമുക്കിപ്പോൾ ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്, ഈവൻ ആപ്പുകൾ അവൈലബിൾ ആണ്, ഈ എക്സ്പെൻസ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ എക്സ്പെൻസുകൾ ഒന്ന് ട്രാക്ക് ചെയ്യാൻ നോക്കുക. കിട്ടുന്ന ഇൻകം എന്താണ്, അത് ഏതൊക്കെ സോഴ്സുകളിൽ നിങ്ങൾക്ക് ഇൻകം കിട്ടും എന്നുള്ളത് ഒരു സൈഡിൽ, ദെൻ എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് വേറൊരു സൈഡിൽ. ഇനി എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് മൈന്യൂട്ട് എക്സ്പെൻസ് വരെ ഇൻക്ലൂഡ് ചെയ്യണം. ഈവൻ ഒരു ചായ കുടിച്ചതാണേലും വഴിയിൽ നിന്ന് ഒരു പാല് മേടിച്ചതാണേലും എല്ലാം അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ഒരു മന്തിലേക്ക് മാത്രം നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കി. നമുക്കറിയാം നമുക്ക് എന്തൊക്കെ അനാവശ്യ ചിലവുകളുണ്ട്, എവിടെയൊക്കെയാണ് നമ്മൾ കട്ട് ഓഫ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയാറുണ്ട് വാട്ട് ഗെറ്റ്സ് മെഷേർഡ് ഗെറ്റ്സ് മാനേജ്ഡ്, ഇങ്ങനെയാണ്. അതായത് നമ്മൾ അളന്നും തൂക്കിയും മീൻസ് നമ്മളൊരു ചൊല്ല് പറയുമല്ലോ, ആറ്റി കളഞ്ഞാലും വളർന്ന് കളയണമെന്ന്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ എത്ര രൂപയുണ്ടോ, നമ്മൾ ആ രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര മാസം വർക്ക് ചെയ്തു, ഒരു മാസത്തെ നമ്മുടെ ശമ്പളം ഏതൊക്കെ രീതിയിലാണ് ചിലവാക്കുന്നത് എന്നുള്ള ഒരു പ്രോപ്പർ മോണിറ്ററിങ് ഇല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് വെറും 15,000 രൂപയായിരുന്നു സാലറി ഉണ്ടായിരുന്നത്, 15K. ഓക്കെ, ആ ഒരു സമയത്ത് എനിക്ക് വീട്ടിലേക്കുള്ള മീൻസ് PG ആയിരുന്നു, PGയിലേക്കുള്ള സാധനങ്ങൾ, എൻ്റെ ഫുഡ് എക്സ്പെൻസ്, എൻ്റെ ഫുൾ എക്സ്പെൻസ് എനിക്ക് നോക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, റെൻറ്റ് കാര്യങ്ങളെല്ലാം. ആ 50K ഞാൻ ഓക്കെ ആയിരുന്നു. ഐ മീൻ എൻ്റെ എക്സ്പെൻസുകളെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു 1,000-2,000 രൂപ ബാലൻസ് എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് ജോലി മാറി വേറെ സാലറി കൂടി വന്നപ്പോഴത്തേനും എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ആ കാലത്ത് ഞാൻ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ഞാൻ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് പോക്കറ്റ് മണിയിലും ഇതിലും കൂടുതൽ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ജോലിക്ക് വന്നപ്പോൾ എൻ്റെ കയ്യിൽ പൈസയില്ല. ഇനി വെറുതെ ഇരുന്നിങ്ങനെ ചിന്തിച്ചപ്പം ഇത്രയും കാലം ഞാൻ പണിയെടുത്തു, ഇതിൻ്റെ അകത്ത് എനിക്ക് എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്, ഈ ഒരു കാര്യം ആലോചിക്കുമ്പം സത്യം പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഓക്കെ, അന്ന് ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് വന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഈ ഇപ്പം ഒരു റീസെൻ്റ് ഒരു 3-4 months ആയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഇതിൻ്റെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയും വരുന്നത്. അതുകൊണ്ട് തന്നെ മണി മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ, അങ്ങനെ തന്നെ പറയാം, മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. സോ ഇത് നിങ്ങൾക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങളിത് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാട്ട് ഗെറ്റ്സ് മെഷേർഡ് ഗെറ്റ്സ് മാനേജ്ഡ്, ഈ ഒരു കോട്ട് എപ്പോഴും മനസ്സിലുണ്ടാവുക. ഓക്കെ, ദെൻ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ 50-30-20 റൂള്, അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. 50-30-20 റൂൾ എന്താണെന്ന് ഞാനിതിൽ മെൻഷൻ ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ദെൻ ഈ ഒരു റൂള് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് യൂസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്പെൻഡിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരുണ്ട്, ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ ആൾക്കാരും ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അതൊരിക്കലും യൂസ് ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഇത്ര കാലമായിട്ട് ഞാൻ ഒരു ക്രെഡിറ്റ് കാർഡും യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് അത് വേണ്ട, അത് എനിക്ക് അൺവാണ്ടഡ് ആണെന്ന് തോന്നിയുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചേക്കുന്നത്. സോ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എത്ര എമൗണ്ടും ആയിക്കോട്ടെ, അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫുൾ എമൗണ്ട് തന്നെ പേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് പറ്റുന്നതല്ല, അങ്ങനെ വിചാരിച്ചത് മാറ്റി വയ്ക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പേയ്മെൻറ്റ് വരും. ഓക്കെ, അതിൽ നമുക്ക് ഹാഫ് പേയ്മെൻ്റ് ആയിരിക്കും അതിൽ കാണിക്കുന്നുണ്ടാവാം, പക്ഷെ അതിന് ഇൻട്രസ്റ്റ് എമൗണ്ട് നല്ല കൂടുതലായിരിക്കും. സോ ആ ഒരു കാര്യം നമുക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. എന്തിനാ അങ്ങനെ ഇതാക്കുന്നത്? ദെൻ അൺവാണ്ടഡ് സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന നെറ്റ്ഫ്ലിക്സും ഈ പറഞ്ഞ പോലെ ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം എടുത്തിടുക, എല്ലാത്തിലും കയറി സബ്സ്ക്രിപ്ഷൻ എടുത്തിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, വേണ്ടാത്തതെന്നുള്ളത് തരംതിരിച്ച് ഡീക്ലട്ടർ ചെയ്യേണ്ട അങ്ങനെ തന്നെ മാറ്റി വയ്ക്കുക. ഓക്കെ, അങ്ങനെ അൺവാണ്ടഡ് സബ്സ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. ദെൻ അറ്റോമിക് ബില്യനെയർ എന്ന് പറയുന്ന ഒരു ബുക്കിൻ്റെ അകത്ത് അതിൽ ഓതർ പറയുന്നൊരു കാര്യമുണ്ട്, മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് റിയലൈസ് ഇറ്റ്സ് ദ സ്മോൾ എക്സ്പെൻസസ് ദാറ്റ് ആർ കീപ്പിംഗ് ദം പുവർ. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന ചെറിയ ചെറിയ എക്സ്പെൻസുകളാണ് നമ്മളെ പാപ്പരാക്കുന്നത്. ഇനി ആ എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഡെയിലി ചായ കുടിക്കുന്നത് 12 രൂപയല്ല 15 രൂപയായിരിക്കും. ഈ പറഞ്ഞ പോലെ ആമസോണ്, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത് ചെറിയ ചെറിയ എമൗണ്ടുകൾ കണ്ടിട്ടായിരിക്കും നമ്മളിതൊക്കെ മേടിക്കുന്നുണ്ടാവുക. ഓക്കെ, ഈ ചെറിയ ചെറിയ എമൗണ്ട് ഒരു കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ എമൗണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല.
ആ ചെറിയ എമൗണ്ടുകൾ നമ്മളെ പാപ്പരാക്കാൻ അത് മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് തിങ്ക് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കുക. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചെയ്യുന്ന അല്ലെ മണി സ്പെൻഡ് ചെയ്യുന്ന അല്ലെ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുമ്പോഴത്തേനും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും പൈസ ലോജിക്കായിട്ട് ആരും ഉപയോഗിക്കാറില്ല. ലോജിക്കായിട്ട് ഉപയോഗിക്കാറില്ല ഇൻ ദ സെൻസ് മിക്കവരും ഇമോഷൻ വെച്ചിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതായത് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ അത് നമ്മൾ ബോധേഡല്ല. ഓക്കെ, നമ്മൾ ഇമോഷൻ വെച്ചിട്ട് ഓക്കെ ഇതെനിക്കുണ്ട് അതവർ കണ്ടോട്ടെ. ഈവൻ ഒരു ഉദാഹരണം പറയാം, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ഈ പറഞ്ഞ വലിയ ഹാള്, നല്ല ഡെക്കറേറ്റീവ് റൂം, നല്ല ബാക്ക്ഗ്രൗണ്ട്, മൈക്ക്, അപ്പോൾ ഈ പറഞ്ഞ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട്, ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ് കാണിക്കാൻ വേണ്ടിയിട്ട് റിംഗ് ലൈറ്റ് വാങ്ങുന്നു, നല്ല വില കൂടിയ ട്രൈപോഡ് വാങ്ങുന്നു, മൈക്ക് സെറ്റ് വാങ്ങുന്നു, ഐഫോൺ വാങ്ങുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഈ നമ്മൾ ഒരാളെ ചെയ്യുന്നത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ഈവൻ നമുക്കത് വേണ്ടി വരത്തില്ലായിരിക്കാം. നല്ല ബാക്ക്ഗ്രൗണ്ട്, ഭയങ്കര ഈസ്തറ്റിക് ആയിട്ടുള്ള സ്ഥലം, ഇതൊന്നുമില്ല. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോണ്ടന്റ് ക്വാളിറ്റി ഉള്ളതാണോ, അത് ആൾക്കാരിലേക്ക് നല്ല രീതിക്ക് എത്തുന്നുണ്ടോ, ഇത്രയൊക്കെ നോക്കിയാൽ മതി. ബാക്കിയൊക്കെ സെക്കൻഡറി കാര്യങ്ങളാണ്. ഓക്കെ, അതേപോലെയാണ് ഇമോഷണലി തിങ്ക് ചെയ്തിട്ടാണ് ആൾക്കാർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. കുറേ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും ഒരാളെ ഞാൻ ജഡ്ജ് ചെയ്തോ അങ്ങനെ ഒന്നും പറയുന്നതല്ല, ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് സംസാരിക്കുന്നത്. സോ ബ്രാൻഡഡ് ഐറ്റംസ് ചിലർ ബ്രാൻഡഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം അതൊരു ലക്ഷറി എന്നുള്ള രീതിയിൽ കാണിക്കുന്നവരുണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. ഓക്കെ, ഇത് ആവശ്യമുണ്ടോ, ഇത് മേടിച്ചാൽ എനിക്ക് എന്താണ് ഗുണം, ആവശ്യമുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് വാങ്ങിക്കണം എന്നും വെച്ച് ഇത് ഇപ്പം നോർമൽ ഒരു ഉദാഹരണം പറയാം. വാട്ടർ ബോട്ടിലിൻ്റെ യൂസ് എന്താണ്? വെള്ളം കുടിക്കാൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ഇത്. ഓക്കെ, ഈ വാട്ടർ ബോട്ടിൽ പല കളറിൽ, പല ഷേപ്പിൽ, പല സൈസിൽ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ സൈസിൽ ഷേപ്പിലും ഒക്കെ കാര്യമുണ്ടോ? 1 ലിറ്റർ 2 ലിറ്റർ അതൊക്കെ അല്ലാണ്ട് ഇതിൻ്റെ പുറമേ ഉള്ള ആ ഒരു ഇതിൽ കാര്യമുണ്ടോ? മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഇപ്പം എസ്പെഷ്യലി ഗേൾസ് ഗ്ലാസ് ടംബ്ലേഴ്സ് കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടുണ്ട്. എവിടെ പോയാലും ഗ്ലാസ് ടംബ്ലർ, സിപ്പർ ബോട്ടിൽസ്, ഗ്ലാസ് ടംബ്ലേഴ്സ് കൊണ്ടു നടക്കുന്നത് കാണാറുണ്ട്. ആക്ച്വലി അത് എന്തിനാണ് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്തോട്ടെ, അത് അവരുടെ ചോയ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ആക്ച്വലി അത്രയും വലിയ സാധനത്തിന് ആവശ്യമുണ്ടോ? 1 ലിറ്ററിൻ്റെ ഒരു നോർമൽ ബോട്ടിൽ, 2 ലിറ്ററിൻ്റെ ഒരു നോർമൽ ബോട്ടിൽ, അതിനകത്ത് വെള്ളം കൊണ്ടു നടക്കുന്നു, അത്ര വലിയ വേണ്ടു. അതിന് ഇത്ര പുറം മൂടി വെച്ച് ഇത്ര ഇതിൻ്റെ ആവശ്യമുണ്ടോ? നോർമൽ ഒരാളാണെന്നുള്ള രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇത് ഉറപ്പായിട്ട് ഈ പറഞ്ഞ ഇമോഷണൽ ബ്രെയിൻ വെച്ച് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെൻസ് ആയിരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് എപ്പോഴും ഈ ഒരു കമ്പാരിസൺ ട്രാപ്പ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അപ്പം ഈ കമ്പാരിസൺ ട്രാപ്പ് നമുക്ക് ടെമ്പററി ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല ഈ ടെമ്പററി ഹാപ്പിനെസ് നമുക്ക് പെർമനൻ്റ് ഒരു ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് റിമൂവ് ചെയ്ത് നോക്കിയിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന്. കുറേ കാര്യങ്ങൾ ഈ ഒരു ട്രാക്കിംഗ് ഹാബിറ്റ് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് പകുതി എക്സ്പെൻസുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി എത്ര സാലറി കുറവുള്ള ആളാണെങ്കിലും അവർക്ക് സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ എമർജൻസി ഫണ്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിൽ സാലറി കുറവ് കൂടുതൽ അങ്ങനെയൊന്നുമില്ല. സാലറി കൂടിയിട്ട് ചെയ്യാം അങ്ങനെ ഒന്നും വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാം മനസ്സിലാവും. അപ്പം 1 മാസത്തേക്ക് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.